അപ്പോൾ എല്ലാവരും എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണേ, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അത്രയെങ്കിലും ചെയ്താൽ മതി. സഹായിക്കാൻ സാമ്പത്തിക ശേഷിയില്ലെങ്കിലും വീഡിയോ എങ്കിലും കണ്ടിട്ടൊന്ന് സപ്പോർട്ടാക്കണേ. ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ്, നേരിട്ടൊരു കുറേ നാളായല്ലേ നേരിട്ടൊരു വോയിസ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമല്ല മാസങ്ങളായി വളരെയധികം വിഷമത്തിലാണ്. ഉമ്മാക്ക് സുഖമില്ലാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ ഉമ്മാക്ക് തീരെ വയ്യ, അമ്മ അങ്ങനെ കുഴഞ്ഞ് വീണു. ഉമ്മാക്ക് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ബ്ലോക്കുള്ള കാര്യം ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെക്കപ്പ് എല്ലാം ഇത് നടത്തിയപ്പോൾ ഉമ്മാക്ക് ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഹാർട്ടിന് പ്രശ്നമുണ്ട്, ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ തീരെ വയ്യ ഉമ്മാക്ക്. ഇപ്പോൾ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഉമ്മാക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണേ. അപ്പോൾ വളരെയധികം വിഷമമുണ്ട്. ഉമ്മാക്ക് ഓപ്പറേഷന് ലക്ഷങ്ങൾ ചിലവ് വരും. എത്രയൊന്നും എനിക്കും അറിയില്ല. എന്താ വെച്ചാൽ എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഇപ്പം തന്നെ ജീവിച്ച് പോണത് ഈ കടയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ്. കടങ്ങൾ വീടിയിട്ടില്ല, ഈ കട വാങ്ങിച്ച കടങ്ങൾ വീടിയിട്ടില്ല. എന്തു വേണമെന്നൊക്കെ അറിയില്ല. എൻ്റെ കയ്യിൽ ഒരു സ്വർണത്തിൻ്റെ തരി പോലും പണി വെക്കാനോ വിൽക്കാനോ ഇല്ലാത്ത അവസ്ഥയാണ്. പിന്നെ ഇപ്പോൾ ഈ കട എടുത്ത് തന്നെ ഇതിൻ്റെ 50,000 രൂപയോളം എനിക്ക് കടമാണ്. ഒരുപാട് പേർക്ക് ഒരു കടങ്ങൾക്ക് വീട്ടാൻ പറ്റിയിട്ടില്ല. ഒരാളെത്തുനിന്ന് വാങ്ങിക്കും, അപ്പുറത്തോട്ട് വെക്കും, അങ്ങനെയുള്ളൊരവസ്ഥയാണ്. ഉമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഞാൻ ഈ കട കൊടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. എന്നുവെച്ചാൽ ഒരു മകളുണ്ടായിട്ട് ഉമ്മാക്ക് നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? ഇതിൽ നിന്ന് കിട്ടിയിട്ട് എനിക്ക് കടങ്ങളും വീട്ടാൻ കഴിയൂല, ഒന്നിനും കഴിയൂല. ജീവിച്ച് പോവാൻ, ചിലവ് കഴിഞ്ഞ് പോകാമെന്ന് മാത്രം. ഉച്ചവരെ മാത്രമുള്ള ഒരു കച്ചവടമുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഓരോരോ ബില്ലുകൾ തന്നെ ഒരു സംഖ്യ ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ കറണ്ട് ബില്ല് തന്നെ ഒരു സംഖ്യ ഉണ്ട്. KCBയുടെ ബില്ലാണിപ്പോൾ ഈ വന്നിരിക്കുന്നത്. ഒരു വലിയൊരു എന്താ പറയുക, വലിയൊരു തുക തന്നെയാണ്. എന്താ ചെറിയൊരു കടക്കാണ് ഇത്രയും ബില്ലുകൾ വരുന്നത്. 2000 രൂപയുടെ ബില്ല് കാണുന്നുണ്ടോ? ഇതുണ്ടല്ലേ, ഇത്രയും ബില്ല് കറണ്ട് ബില്ല് തന്നെ വരുന്നുണ്ട്. എന്തൊക്കെയോ വയറിങ്ങിൽ ഇവിടെ എന്തൊക്കെ കംപ്ലൈൻറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മെയിൻ സ്വിച്ച് അവിടെയൊക്കെ കംപ്ലൈൻ്റ് ആയി കിടക്കുകയാണ്. ബോർഡും ഇതൊക്കെ കംപ്ലൈൻ്റ് ആയി കിടക്കുകയാണ്. എനിക്കിപ്പോൾ അതൊന്നും നേരാക്കാൻ എന്തായാലും കഴിയില്ല. പിന്നെ ഇതാണ്ടോ കറണ്ട് ബില്ല്, അതൊന്ന് വേറെ. വെള്ളത്തിൻ്റെ ബില്ല് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ്. കുടിവെള്ളം ഉണ്ട്, പക്ഷെ അത് പാചകം ചെയ്യാൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇതുണ്ടോ ജല അതോറിറ്റിയുടെ വെള്ളത്തിൻ്റെ ബില്ല് ഇതുണ്ടോ, എത്തുക ഉണ്ടോ 1553 രൂപ. ഇതന്നെ ഇതൊക്കെ തന്നെ ഉണ്ട്. ധാരാളമൊക്കെ തീർന്നെടുക്കണം. പിന്നെ ഇതാ ഇത്രയും ഗ്യാസ് കുറ്റികൾ 4 കുറ്റി ഗ്യാസ് നിറക്കണം. ഇതൊക്കെ തന്നെ ഇതിൽ നിന്ന് റോൾ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഇതിൽ നിന്നൊരു പൈസ എടുത്തിട്ട് റോൾ ചെയ്യാൻ പറ്റില്ല. ആകെ ഉച്ചവരത്തെ ഒരു കച്ചവടമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഒരാൾ കൂലിക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഞാൻ കണക്ക് കൂട്ടിയത്. പക്ഷേ ഇവിടെ നിന്ന് അത് ഒക്കുന്നില്ല. കട പരിചയപ്പെടുത്തിയ ആൾ പറഞ്ഞത് 5000 രൂപയുടെ കച്ചവടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ കടമലക്ക് നിന്നത്. പക്ഷേ നിങ്ങൾ പറഞ്ഞ് പറ്റിക്കായിരുന്നു. 5000 ഒക്കെ ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചു 5000 രൂപ ഒക്കെ ഉണ്ടല്ലോ ഒരാളെ വെച്ചിട്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ എന്താ ഞങ്ങളായതുകൊണ്ടാണെന്നുള്ളത് അറിയില്ല. ഇവിടുത്തെ ഒരു കച്ചവടം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു രക്ഷ കിട്ടായിരിക്കും. ഇവിടെ പറഞ്ഞാൽ ഈ 2 ഇട്ടുള്ള കാട്ടിൽ അതും ഉണ്ട്. ഞങ്ങൾ പാവപ്പെട്ടവരാണ്, പൈസ ഇല്ലാത്തവരാണ്, പൊക്കോണം എന്നുള്ള രീതിക്കുള്ള സംസാരങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഉള്ളവരെന്നെ ഈ കട കിട്ടണം എന്നുള്ളൊരു രീതിക്കുള്ള സംസാരങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വന്നവരെയാണ് എന്താ പറയുക കൂടുതൽ ഇതാക്കാന്ന്. പക്ഷെ വന്നവരോടല്ല, നമ്മൾ ഇവിടുത്തേരല്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഞങ്ങളടുത്ത് കുറേ പേര് കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു മനോഭാവമാണ്. പിന്നെ ഉമ്മ സുഖമല്ല, ഉമ്മ ഒരു മാനസിക ഉള്ള ഒരു വിലകേട്, ഉമ്മാക്കൊരു മാനസിക രോഗിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിലകേട് വേറെ. ചില ടൈമിൽ കച്ചവടം ഉണ്ട്, ചില ടൈമിൽ ഇല്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു
അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയല്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പൈസ ഇറക്കാൻ ഞങ്ങളെ കയ്യിലില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിന് ഇറക്കിയാൽ തന്നെ ഇപ്പോൾ കച്ചവടം കിട്ടിയാൽ തന്നെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും വയ്യ. ഞങ്ങൾ രണ്ടാളും വയ്യാത്ത ആളെ. അപ്പോൾ ഒരാൾ ജോലിക്ക് വെച്ചിട്ട് ചെയ്യാന്നുള്ളൊരു രീതിക്കാണ്. ഇപ്പോഴത്തെ ഈ സീസണും കൂടെ ഇപ്പോൾ താഴത്ത് ഹോട്ടലൊക്കെ പൂട്ടിപ്പോയി എന്നാണ് പറയുന്നത്, കച്ചവടം ഇല്ലാണ്ട്. അപ്പോൾ ഈ ഒരു സീസണും ആയി ഉമ്മാക്കാണെങ്കിൽ ഇങ്ങനെ വയ്യാവും കൂടി മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു സമാധാനമില്ലാത്ത അവസ്ഥയാണ്. ഉമ്മാക്ക് തീരെ വയ്യാന്ന് കേട്ടപ്പോൾ എനിക്കത് എന്താ പറയുക, എനിക്കറിയില്ല എന്ത് വേണമെന്നറിയില്ല. മകളുണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ വിട്ട് കൊടുക്കാനും കഴിയൂല. ചാനലാണെങ്കിൽ മോനെ ആയിട്ടില്ല. അതിൻ്റെ കാര്യത്തിൽ എനിക്ക് കുട്ടികളെ വെച്ച് ഞാനൊന്ന് വോയിസ് കൊടുക്കണമെങ്കിൽ തന്നെ നല്ല പാടാണ്. വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് റൂമും കാര്യങ്ങളൊക്കെ വേണം. അതിനുള്ള സൗകര്യമൊന്നുമില്ല. ആകെ റൂമാണല്ലേ താമസിക്കുന്നത്. അതും ആ കയറ്റം കയറിയാണ്ട് പോകണം. പിന്നെ ബാക്കിയുള്ള ടൈം ഇവിടെ കടയിലാവും. ഇപ്പോൾ കുറച്ചൊരു ടൈം കിട്ടി. എന്നിട്ട് തന്നെ ഒരുപാട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. അതിൻ്റെ ഇടയിൽ മോന് വന്നു. ചാനലും എനിക്ക് പുറത്ത് പോയി നല്ല നല്ല വീഡിയോ ഒക്കെ ചെയ്യണം. പിന്നെ ഒരു സിം എടുക്കണം. എന്നിട്ട് നമുക്ക് വല്ല പരസ്യമോ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കണമെന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇതുള്ളൂ. ഇത് ചാനലിൽ മോണിറ്റേഷൻ ആയി, ഇത് കൊടുത്തായി, വാച്ച് അവർ ആയി, 2ാം തവണ വാച്ച് അവർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കന്നത് ഉമ്മാക്ക് വയ്യാതെ ഉമ്മാൻ്റെ അഡ്മിറ്റ് കാര്യങ്ങളൊക്കെ ഉമ്മാനെ അഡ്മിറ്റാക്കാനുള്ള കാര്യങ്ങളും ഇതൊക്കെ നോക്കിയാണ്ട് എനിക്ക് ഈ ഒരു മാസം എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് എനിക്ക് ചുമയായി, സുഖമില്ലാണ്ടായി. ചുമയാകുമ്പോൾ നമുക്ക് വീഡിയോ ഇടാനും എടുക്കാനും സംസാരിക്കാൻ പോലും കഴിയില്ല. ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ലൈവ് വീഡിയോ ചെയ്യുമ്പോൾ നല്ല ചുമ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ അല്ലാണ്ട് ഓരോരോ പരീക്ഷണങ്ങൾ. പക്ഷെ ഇപ്പോൾ അതൊന്നല്ല വിഷയം. ഞാൻ ഈ കട കൊടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ എടുത്ത കട എനിക്ക് വീട്ടാൻ കഴിയില്ല. പൈസ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിൽ നിന്ന് പൈസ ഇട്ടെന്നല്ല, ഞാൻ ഒരു അണ്ണൻ്റെ നിന്ന് പൈസ വാങ്ങിയിട്ടൊക്കെയാണ് ഞാൻ വൈഫൈ കണക്ഷൻ തന്നെ എടുത്തത്. 1-2 ഫോൺ റീചാർജിങ്ങിന് ഒരു സംഖ്യയാവും. അപ്പോൾ എനിക്ക് വീഡിയോ ഇടാനും ലൈവ് വീഡിയോ ചെയ്യാനും നെറ്റ് കിട്ടുന്നില്ല. ജിയോ സിമ്മാണ്. ഇവിടെ തീരെ ക്ലിയർ ഇല്ല. ജിയോ സിമ്മാണ്. അപ്പോൾ ജിയോ സിം എടുത്താൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് കുറച്ച് ദിവസം റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്മ് കട്ടായി പോകില്ല. അപ്പോൾ അന്ന് അങ്ങനെ എടുത്തതാണ്. എനിക്ക് ജോലിയൊന്നും ഇല്ലാതെ ഇരുന്നപ്പോൾ ഞാൻ എടുത്തതാണ്. ചെറിയ കുട്ടീനായിട്ടിരിക്കുമ്പോൾ ഞാൻ എടുത്ത സിമ്മാണ്. അപ്പോൾ ഈ ജിയോ ആണ്. അപ്പോൾ ജിയോയുടെ റേഞ്ച് കിട്ടുന്നുമില്ല. പിന്നെ പറഞ്ഞാൽ 2GB കയറ്റിയാലും എനിക്ക് ലൈവ് വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വൈഫൈ കണക്ഷൻ എടുത്തുന്നുള്ളൂ. വൈഫൈ കണക്ഷൻ എടുത്തപ്പോൾ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, നമ്മൾ പൈസ തന്നിട്ടില്ല എന്നുള്ള പരാതി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു 6-7 മാസത്തോളമായില്ലേ തുടങ്ങി വെച്ചിട്ട് കട. ഈ 6-7 മാസത്തോളമായിട്ട് എനിക്ക് ഈ കട ആദ്യം നടത്തിയിരുന്നവരെ കടം ഞാൻ ഏറ്റെടുത്തതാണ്. ഇത് ഈ വില കെട്ടിയപ്പോൾ ആ പൈസയും കൂടി ഇതിലേക്ക് കൂട്ടിയാണ്ട് ആ പൈസ ഞാൻ കുറേശ്ശെ അടച്ച് തീർത്തോണ്ട് എന്ന് പറഞ്ഞിട്ടിട്ടാണ്. പക്ഷെ എനിക്കിത് പൈസ കൊടുക്കാൻ കഴിയുന്നില്ല. അമ്മാൻ്റെ അസുഖവും അതിൻ്റെ ഓടി നടപ്പും ചിലവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകലും, കോഴിക്കോട് കുതിരോട്ട ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി വണ്ടി പിടിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞ ഒരു സംഖ്യ വേണം. ഇവിടെ നാട്ടിലേക്ക് പോകണമെങ്കിൽ അതെ. അപ്പോൾ ഒരുപാട് വണ്ടി വാടകൾ തന്നെ കൊടുക്കാനായി. അങ്ങനെ കൊടുത്തു. അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് പൈസയും ചിലവും കാര്യങ്ങളും അസുഖങ്ങളും ഒക്കെ കൂട്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഞാൻ വളരെയധികം പാടുപെടാണ്. പിന്നെ ഇതിൽ നിന്ന് 10-15 എനിക്ക് കച്ചവടമില്ല. നിങ്ങൾ കാണുന്നുണ്ടാവും. ഉച്ചക്കേഷനിൽ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ ആരുമില്ല. രാവിലത്തെ ഒരിത്തിരി കച്ചവടം തന്നെ ഉള്ളൂ. നിൽക്കാക്കാണെങ്കിൽ കാലുകൊണ്ട് ചെയ്യാത്ത കാരണം ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ല. ഒരാളെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കച്ചവടമൊക്കെ നടക്കുള്ളൂ. ഒരാളെ വെച്ചാൽ നമുക്ക് അതിനുള്ളൊരു കൂലി കൊടുക്കാനുള്ളൊരിത് കിട്ടണം. ഇപ്പോഴാണ് പറഞ്ഞാൽ ഈ സീസണിൽ കച്ചവടം കുറവാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, വളരെയധികം വിഷമത്തിലാണ്. ലൈവ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ചോദിക്കുക, എന്താ മോളെ മുഖത്ത് ടെൻഷൻ. നമ്മൾ എത്ര ചിരിച്ചുകൊണ്ടിരുന്നാലും ഈ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നല്ലേ, മുഖത്ത് ആ ടെൻഷൻ വരും. ഓട്ടോമാറ്റിക് എൻ്റെ അടുത്ത് ചോദിക്കുക, എന്താ ഒരു ടെൻഷൻ. ഉറക്കം തന്നെ കിട്ടാത്തൊരവസ്ഥയാണ്. പക്ഷെ ഒരു മകളുണ്ടായിട്ട് ഉമ്മാക്ക് മരുന്ന് കഴിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ആ വേദന എപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഫസ്റ്റ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ
മരണത്തിന് നമുക്ക് അമ്മമാരെ വിട്ടുകൊടുക്കാനുള്ള കഴിയില്ല. അപ്പോൾ ഞാൻ കട കൊടുത്താലോ എന്ന് ആലോചിക്കാം. ഇനിയിപ്പോൾ ഉമ്മാക്ക് നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാൻ. ഉമ്മാക്ക് ഈ മെൻ്റൽ പ്രോബ്ലം ഉള്ള കാരണം നമുക്കൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിർത്തി ചികിത്സിക്കാനും എനിക്ക് കഴിയുന്നില്ല. അത് മാത്രമല്ല, കൂടെ ആരും നിൽക്കും? ഈ കുട്ടികളായിട്ട് ഹോസ്പിറ്റലിലേക്ക് നിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ കച്ചവടത്തിൻ്റെ കാര്യം, ഇത് കട അടച്ചിടണ്ടേ? അപ്പോൾ ഒക്കെ കൂടി ചിന്തിച്ച് എന്ത് ചെയ്യേണ്ടത് എന്നൊക്കെ ഇത്രയും എനിക്ക് എന്താ വേണ്ടതെന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ കട ഇത് കൊടുത്താലോ എന്നാലോചിക്കുക. എന്നാൽ ഇത് എടുത്ത കടങ്ങളെ എനിക്ക് വീട്ടാലോ? നമ്മൾ എത്ര ഒരാളോട് കടം പറയും? അപ്പോൾ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയത്തേക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയായാലും നിങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ 2 ഫോൺ റീചാർജ് ചെയ്യണ്ടേ? അപ്പോൾ ചാനലൊന്ന് മുന്നോട്ട് കൊണ്ടുപോയി റെഡിയാക്കി കഴിഞ്ഞാൽ വൈഫൈ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കുക. പിന്നെ കോൾ ചാർജ് മാത്രം കയറ്റിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ കോൾ ചാർജ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 100 രൂപ മതിയല്ലോ. വൈഫൈ ആകുമ്പോൾ നമുക്ക് നെറ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ 2 ഫോൺ റീചാർജ് ചെയ്യണ്ടേ, ഇക്കാൻ്റെ ഫോണ്. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വൈഫൈ എടുത്തത്. പിന്നെ ഇവിടെ ക്യാമറ ഒന്നുണ്ടായിരുന്നു, അത് നേരാക്കി വെച്ച്. അപ്പോൾ അതിനും വൈഫൈ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ പൈസ കൊടുക്കാനായിട്ട് അതും വൈകിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് ഈ അവസ്ഥയിലാണെങ്കിൽ എനിക്ക് ആ കടം വീട്ടാൻ കഴിയാൻ തോന്നില്ല. പിന്നെ 10,000 10,000 ആയിട്ട് ഓരോരുത്തരുടെ അടുത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1 വർഷത്തോളമായി ആ കടങ്ങളും എനിക്ക് വീട്ടാൻ കഴിയുന്നില്ല. ഉമ്മാക്ക് വയ്യാതായി അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു. 1.5 മാസത്തോളം ഈ കട അടച്ചിടും ചെയ്തു. ഇക്കാൻ്റെ അമ്മ മരണപ്പെട്ടു. അപ്പോൾ എല്ലാം കൂടി എനിക്ക് എന്താ വേണ്ടത്? ചാനൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അതിനും വേണം എന്തെങ്കിലും നമുക്ക് ചെറിയൊരു വരുമാനം. ആലോചിച്ചിട്ടൊരു ലെവലും കിട്ടുന്നില്ല. ഉമ്മാക്ക് ഓപ്പറേഷനും വേണം, ഒരു സംഖ്യ വേണം. പിന്നെ ബ്ലോക്ക് എന്താ പറയുക, ആദ്യം വയ്യാണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ഫസ്റ്റ് ഇതല്ല, അറ്റാക്ക് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാവല്ലേ, അത്രയും നെഞ്ഞുവേദനയൊക്കെ സമ്മതിക്കണം. അതിൻ്റെ അസുഖത്തിനുള്ള ഗുളിക മെഡിസിൻ വേറെ, അതിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ ഗുളിയും കഴിക്കണം. അവർ എത്ര ഗുളിക എൻ്റെ അമ്മ കഴിക്കണം? പാവം എന്ന് തുടങ്ങിയതാണ് അത് ഗുളിക കുടിക്കാൻ. അത് ഉമ്മന്നെ പറയുന്നുണ്ട്, ഗുളിക കുടിച്ച് എനിക്ക് വയ്യ മോളേന്ന്. പാവത്തിന് പഠിച്ച റബ്ബ് ഇങ്ങനെയാണല്ലോ കൊടുത്തത്. റബ്ബെന്നുള്ളൂ എല്ലാത്തിനും. എൻ്റെ അമ്മ എന്ന് തുടങ്ങിയതാണ് ഗുളിക കുടിക്കാൻ. എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം അതിനെ കിട്ടിയിട്ടില്ല. അപ്പം അവിടുന്ന് ശോധന ചികിത്സയും സ്നേഹപരിചരണമൊക്കെയാണ് ഉമ്മനെ അഡ്മിറ്റാക്കി കൊടുക്കുന്ന ഉമ്മക്കുള്ളത്. സമാധാനമാണ്. എനിക്കറിയാൻ പാടില്ല എന്താ വേണം. അപ്പോൾ നമ്മളെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എങ്കിലും കണ്ടിട്ട് നിങ്ങളെല്ലാവരും സഹായിക്കുക. ഞങ്ങൾക്ക് വീടുമില്ല. ഇനിയിപ്പോൾ സ്വന്തം എന്ന് പറയാൻ ഇതുള്ളൂ. ഞാൻ കട കൊടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. നല്ലൊരു വില കിട്ടുകയാണെങ്കിൽ ഞാൻ അത് കൊടുത്തിട്ട് ഉമ്മാക്ക് ചികിത്സ ചെലവിന് എന്തെങ്കിലും ചെയ്യണം. അവരിപ്പോൾ ഉമ്മാനെ നോക്കുന്നുണ്ട്, ഉമ്മാക്ക് വേണ്ട ചികിത്സ നൽകുന്നുണ്ട്. പക്ഷെ ഓപ്പറേഷനുള്ളതൊന്നും ഇല്ല, കഴിയില്ല. മെഡിസിൻ്റെ മുകളിൽ അങ്ങനെ നിർത്താനേ കഴിയുള്ളൂ. അത് വിധിക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ലല്ലോ. ഞാനൊരു മോള് ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മയുടെ ചികിത്സ മരണത്തിന് വിട്ടുകൊടുക്കാൻ അവൻ എൻ്റെ ഉമ്മാനെ ആഗ്രഹിക്കുക. എന്ത് മാനസികമാണെങ്കിലും എന്താണെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ അനുവദിക്കൂല. അപ്പോൾ ഞാൻ ഈ കട കൊടുത്താലോ എന്ന് ആലോചിക്കുക. എനിക്കറിയില്ല എന്ത് ചെയ്യണം. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. എനിക്ക് മാസങ്ങളോളമായി ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കണം. പക്ഷേ ഞാൻ ഇടുന്നില്ല. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ വിഷമങ്ങൾ ഞാൻ ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ഇരുന്നത്. പക്ഷെ ഒരു രക്ഷ എനിക്ക് കാണില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത്.
നമ്മൾ എത്ര മനസ്സിലൊതുക്കും, എത്ര സഹിക്കും. അപ്പം ഇനി അധികം ഞാൻ പറയണില്ല, എനിക്ക് പറയാൻ പോലും കഴിയില്ല, ഉറങ്ങാനേ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ നിങ്ങളൊക്കെ ഉള്ളൂ സപ്പോർട്ട്. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു തരൂ. എനിക്ക് എന്ത് ചെയ്യണ്ടെന്നുള്ള അറിയില്ല. അമ്മക്ക് ഇങ്ങനെ ബ്ലോക്കാണ്. അപ്പോൾ കുഴഞ്ഞു വീണു, ഐസിയിലായിരുന്നു കുറച്ച് ദിവസങ്ങൾ. അതായിരുന്നു എനിക്ക് ടെൻഷൻ. പക്ഷെ അപ്പോഴും ഞാൻ പറയാൻ മടിച്ചു. പക്ഷെ എനിക്ക് മനസ്സിൽ വെച്ചിട്ട് എന്താ പറയുക, പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു മാനസികാവസ്ഥ വേറെ ആയി പോവാനും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ ഇങ്ങനെ ഇട്ടുന്നത്. എനിക്ക് വീഡിയോ ഇടാനും ഒരു ഇത് കിട്ടുന്നില്ല, ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇതെന്താണെന്നുള്ള അറിയില്ല. വീഡിയോയിലുള്ള പരസ്യമൊക്കെ പിൻവലിച്ചിട്ടുണ്ട് ആഡ്സൻസിന് കൊടുത്തപ്പോൾ. ഇതിൻ്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്കിങ് ചെയ്യണം, ചാനലെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ടെങ്കിൽ എല്ലാവരും സഹായിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.